ഷോർട്സ് ചെയ്യുമ്പോൾ അധികം നമുക്ക് നീട്ടി വലിച്ച് പറയാൻ പറ്റില്ല. ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആര് വലിച്ച് പറയാമല്ലോ. രാവിലെ ഓർക്കിഡിലുണ്ടായിരുന്ന ഗസ്റ്റ് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ, അവർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോയിൽ വീണ്ടും അതിങ്ങനെ പിടിച്ചെടുക്കുക കേട്ടോ. പക്ഷേ അവരിങ്ങനെ മൂവ് ചെയ്യാണ്ടിരിക്കുമ്പോൾ വീഡിയോയിൽ ഉറുമ്പിനെ കാണാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ ഉറുമ്പിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് തന്നെ ഊതി കൊടുത്തു കേട്ടോ. ഒറ്റ വെയിറ്റില്ലാത്തൊരു സംഭവം അതിനോട് ഒറ്റടിക്കൊക്കെ താഴെ പോയി കേട്ടോ. പാവം പൂമ്പാറ്റ ചെടിയിലെ പൂക്കളാണ് കേട്ടോ, ഇതിനകത്തും പൂക്കളുണ്ടാവും. ഞാൻ പിടിച്ചോടുത്ത് ഈ പൂക്കൾ നിൽക്കുന്നില്ല. പൂമ്പാറ്റ ചെടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പും അതിൻ്റെ കളറും അതാണ് ആകർഷകമാകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബേൾസം പൊപ്പി എന്ന് തന്നെ എൻ്റെ വായിൽ വരുന്നുള്ളൂ. ബേൾസം ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമുക്ക് ആദ്യമായിട്ട് വിരിയുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ അതിനൊന്ന് ഫോക്കസ് ചെയ്യുമല്ലോ. ഇന്ന് ഞാൻ എന്തായാലും നഴ്സറി പോയിട്ട് ബൊഗൈൻവില്ലയൊക്കെ വാങ്ങിക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ, ദൈവത്തിൻ്റെ നിശ്ചയം വേണമല്ലോ വാങ്ങിക്കാൻ. ഇന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ, കാരണം ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേന് കുറേ സമയമായിപ്പോയി. പിന്നെ നാളെ ഇനി എന്തായാലും പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ നിശ്ചയം പോലെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടില്ല, കമൻസിനൊക്കെ കുറച്ചൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തു. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഈ കമൻസൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് എന്തോ ഒരു സന്തോഷം എന്നറിയാം. എന്താണെന്നോ, രാവിലെ എൻ്റെ വീഡിയോ കണ്ട ആളുകൾ ഉച്ചക്ക് വീണ്ടും ഒരു കമൻസ് ഇട്ടണേ, വേഗം വന്നാൽ 491 ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ രാവിലെ ഒന്ന് കണ്ട് പിന്നെയും എൻ്റെ ചാനലിൽ കയറി നോക്കിയോണ്ടല്ലേ നിങ്ങളത് കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ വീഡിയോസ് കാണാൻ ആളുകളുണ്ടല്ലോ എന്നൊരു സന്തോഷം. നമ്മളിങ്ങനെയൊന്നും വിചാരിച്ചതല്ല, നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ ആളുകൾ കാണുന്നോ സ്വന്തത്ത് പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്, ഞാനത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാൻ ഉണ്ടാക്കിയൊരു ചാനലാണ് എന്നുള്ളത്. അത് കറങ്ങി തിരിഞ്ഞ് വീട്ടിലുള്ള ചെടികളായി. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ കൂടുതൽ ചെടികൾ വാങ്ങൽ എൻ്റെ ഒരു കടമായി. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു പൂന്തോട്ടം ആക്കണം എന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്തോ ഒരു പൊടി ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞാൽ നല്ലൊരു പൂന്തോട്ടം ആക്കണം എന്നുണ്ട്. ചേനലെത്തി നിൽക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ വേനൽ ലാസ്റ്റായി പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നമാണ്. വെള്ളത്തിൻ്റെ കഞ്ഞി എന്തെങ്കിലും ചെയ്യുക, എന്തായാലും ചെടികൾ കുറച്ച് വാങ്ങിച്ച് വെക്കണം. ഇതിപ്പോൾ പുതിയതായിട്ട് വിരിയാണ് കേട്ടോ. ഇത് എന്തിൻ്റെ പൂവാന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല. ആ ചെടീൻ്റെ പേരില്ല, ചെടികളുടെ പേരൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഇതാ ഇതിൻ്റെ ഫ്ലവറാണ് ആ ഞാൻ കാണിച്ചെന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു പൂ കണ്ടാണ് ഞാൻ അതನ್ನು വാങ്ങിച്ചു പോരും. പിന്നെ കോമൺ ആയിട്ട് നമ്മളെപ്പോഴും കാണുന്ന ചെടികളില്ലേ, അതിൻ്റെ പേരൊക്കെ അറിയും. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത ചെടികൾ പോലും ഇങ്ങനെ പുതിയതായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതങ്ങനെയുള്ള പേരുകളൊന്നും അറിയില്ല കേട്ടോ. ഈ ലൂഫോർബിയയിൽ നല്ല പൂ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ വെള്ളം കൊടുക്കാൻ എമ്പാടും ടൈം കഴിഞ്ഞിട്ടുണ്ട്. ക്യാറ്റ്സ് ഗ്ലോയിൽ ഇത്രയും വലുപ്പത്തിലായിട്ട് അതിൻ്റെ മുട്ട് ഞാൻ ഷോർട്സിൽ എപ്പോഴും കാണിക്കാറുണ്ടത്. ഇങ്ങനെ വളർന്നിങ്ങനെ വലുതാകുന്നുണ്ട്. ഇത് നല്ല യെല്ലോ ഫ്ലവർ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ക്യാറ്റ്സ് ഗ്ലോ ഈ മതിലൊക്കെ പടർത്തി നല്ല ഭംഗിയിൽ വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഒന്നിച്ചുണ്ടാകുമ്പോൾ നല്ല ഭംഗിയില്ല. അത് പൂവും കൂടി ഇടുമ്പോൾ പിന്നെ ഈ മുക്കുറ്റിയിൽ ഇപ്പോഴും വിത്തായിട്ടില്ല കേട്ടോ. വിത്ത് ഉണങ്ങിയിട്ട് വേണം അതിൽ നിന്ന് വിത്ത് എടുക്കുന്നതെന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ. ഉച്ചക്ക് എൻ്റെ വൈപോലെ 91 നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 495 എത്തി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും രാത്രിയാണ് 500 ആണെന്ന് വെച്ചെങ്കിൽ അപ്പം ഞാനൊരു വീഡിയോ ഇടുവേ. അത്രയും സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു റോസ് മോട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പറയുകയാണ്. എന്തായാലും പൂട്ടിട്ട് കാണിച്ചത്. പിന്നെ ഈ പെൻഡാസ് പൂട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് നല്ല കുലകുത്തി പൂട്ടതായിരുന്നു. നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു പൂട്ടിട്ടില്ല എന്ന്. ഇത് പൂട്ട് ഞാൻ കാണാതിരിക്കാനേ ഇതിൻ്റെ മേലൊന്നായിട്ട് ബൊഗൈൻവില്ല വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പൂട്ട് കാണാണ്ടായത് കേട്ടോ. ബൊഗൈൻവില്ല ഇതിനെ അടിച്ചമർത്തിക്കുകയാണ് പാവം. അതിനെ വേറെ ചട്ടിയിലേക്ക് മാറ്റണം. ഇനി ഞാൻ എൻ്റെ ചാനൽ ക്ലിക്കായി എന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ. എന്നാലും ഇത്രയും പേരൊക്കെ അതേലും ആയില്ലേ, അപ്പോൾ അത് സന്തോഷം ഞാൻ പങ്കുവെച്ചു. ശരി തന്നെ. പക്ഷെ ഇനിയൊരു സങ്കടം പറയാൻ കേട്ടോ, ഈ സബ് അടിക്കുന്നവർ താഴെ വന്നിട്ടോ ഒരു കമൻറ്റെങ്കിലും ഇട്ടണം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നും ഇന്നലെയും സബ് തന്നവർ മിണ്ടാണ്ട് പോയിക്കുക കേട്ടോ. അതെന്താ, അതെനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ നിങ്ങൾ കമൻസൊക്കെ വിട്ടാലല്ലേ ഗിവ് എവേയിൽ നറുക്കെടുക്കുമ്പോൾ അതിൽ നിങ്ങളെ ചേർത്താൻ പറ്റുള്ളൂ. നിങ്ങളെ ഐഡിയ എഴുതിയിട്ട് ആ ബോട്ടിലേക്ക് ഇടണ്ടേ, എന്നിട്ടല്ലേ നറുക്കെടുക്കുക. മിണ്ടാണ്ട് പോയാൽ പിന്നെ എങ്ങനെ നിങ്ങളെ ഞാൻ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. പിന്നെ അത് പോട്ടെ, ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇതിൽ പൂക്കളില്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ ഈ വൈറ്റ് സംഭവം കൂടി ഉണ്ടായപ്പോൾ ഒന്നും കൂടി രസം, നല്ല ഭംഗിയിട്ട് കാണാനായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, അത് വേഗം എടുത്ത് ഒഴിവാക്കണം, അല്ല ചെടി നശിച്ചു പോകുന്നത്.
അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടോ, കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇങ്ങനെ തന്നെയാണ് അവ കട്ട് ചെയ്യല്, അതോ ഞാൻ അതിൻ്റെ തലപ്പ് വരെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതേപോലെ അവരിത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു തന്നെ. പിന്നെ ലില്ലിയുടെ മൊട്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നതാണ്. പിന്നെ ഇത് ഞാൻ ചട്ടിയിലല്ല കേട്ടോ നട്ട് പിടിപ്പിച്ചത്. അന്ന് എൻ്റെ കയ്യിൽ കുറേ ചട്ടികളില്ലാത്തതുകൊണ്ട് കുറേ എന്തിൻ്റെയൊക്കെയോ വിത്തുകൾ ഒരു ചാക്കിലിട്ട് വെച്ചായിരുന്നു. പൈനാപ്പിളും എല്ലേതുണ്ട്. ഇപ്പോൾ അത് കൂട്ടത്തിലാണ് കേട്ടോ വളരുന്നത്. അതേപോലെ അവിടെ കിടന്ന് വളരട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻസിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വെയിറ്റിംഗിലാണ് കേട്ടോ. എപ്പോഴും എഴുതുന്നവരെ കൂട്ടത്തിൽ തീരെ എഴുതാത്തവരും കൂടി നല്ല നല്ല ചെടികളൊക്കെ ഷോപ്പിൽ നിന്ന് എന്തായാലും ഞാൻ വാങ്ങും, ഉറപ്പ്. ലൈക്ക് ചെയ്യണേ.